കൊച്ചി അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് നാസറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടറാണെന്ന് സാബിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സാബിത്തിന്റെ മൊഴി പ്രകാരം ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇതിൽ പ്രധാനി. അങ്ങനെയെങ്കിൽ പോലീസ് അന്വേഷണം ഇനി ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ടല്ലോ. പോലീസിന് മറ്റെന്തൊക്കെ നിർണായക വിവരങ്ങളാണ് സാബിത്ത് നൽകിയിരിക്കുന്നത്? ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതി സാബിത്തിനെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി. പോലീസ് ആവശ്യപ്പെട്ടതും 10 ദിവസമാണ്. ആ 10 ദിവസം കോടതി അനുവദിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നിർണായകമായ മൊഴികൾ ഈ സാബിത്തിൽ നിന്ന് കണ്ടെടുക്കാനാകും, അല്ലെങ്കിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിനോടകം തന്നെ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ഡോക്ടർ ഇതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ഇത്തരം മൊഴികളെല്ലാം സാബിത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ, കൂടുതൽ മലയാളികളെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടോ, അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസിന് മുൻപുള്ള ലക്ഷ്യം. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ ഒരു വരവ് ഈ കേസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലും ഈ സാബിത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. സാബിത്തിനെ 10 ദിവസം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ആലുവ എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. ഹൈദരാബാദിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട് എങ്കിൽ പോകും. കാരണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമുണ്ടാകുക. ആദ്യ 5 ദിവസം സാബിത്തിനെ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവിധ. ശരി വിഷ്ണു സുരേഷ്.